ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കേരള PSC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മറ്റൊരു പോർഷനാണ്. നീതി ആയോഗ് എന്ന് പറയും. നീതി ആയോഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഏറ്റവും അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതായത് ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ അവസ്ഥകളെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സാമ്പത്തിക രാജ്യം, അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ജനങ്ങളുടെ രാജ്യം, അങ്ങനെ എന്തുകൊണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ പ്രമുഖമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണത്. എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയും. തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ശക്തമായ വളരെ എക്സ്പേർട്ടുകളായിട്ടുള്ള ധാരാളം ആൾക്കാരുടെ ഒരു സമിതിയാണ്, ഉപദേശക സമിതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തിങ്ക് ടാങ്ക്, പോളിസി തിങ്ക് ടാങ്ക്, നയരൂപീകരണം, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇതിൻ്റെ അകത്തിലെല്ലാം തന്നെ ഒരു പ്രത്യേക നയരൂപീകരണം. അതിനുവേണ്ടി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വളരെ എക്സ്പേർട്ടായിട്ടുള്ള മെമ്പേഴ്സിനെ എടുത്തുകൊണ്ടുള്ള വലിയൊരു കൂട്ടായ്മ അതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെയും ഒപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ പോളിസി തിങ്ക് ടാങ്കാണ് നീതി ആയോഗ് എന്ന് പറയും. അപ്പോൾ നീതി ആയോഗ് ഓർത്തിരിക്കുക, ഒരു കമ്മീഷൻ, അതാണ് ആയോഗ്. അപ്പോൾ പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അത് ഫോം ചെയ്തത് 2015 ജാനുവരി 1 ഓർത്തോണം. 2015 ജനുവരി 1 അത് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഫോർമേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. പിന്നെ ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്, അതായത് ഇപ്പോൾ നരേന്ദ്രമോദി ചെയർപേഴ്സൺ. പിന്നെ ഇത് കൂടാതെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ എപ്പോഴും പ്രൈം മിനിസ്റ്ററിന് പറ്റത്തില്ല. അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അത് ഒരു വൈസ് ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ സുമൻ ബെറി, ഓർത്തോണം, സുമൻ ബെറി. പിന്നെ ഇത് കൂടാതെ തന്നെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഒരു CEO ഉണ്ട്, അയാളുടെ പേര് BVR സുബ്രഹ്മണ്യം. പിന്നെ ഇത് കൂടാതെ തന്നെ ഗവേണിംഗ് കൗൺസിലുണ്ട്. ഇതിന് ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സർവത്ര സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, അത് ഡൽഹിയും പോണ്ടിച്ചേരി ഉൾപ്പെടെ. പിന്നെ അതുകൂടാതെ തന്നെ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, അവരെല്ലാം ഇതിൻ്റെ അതിൽ മെമ്പേഴ്സാണ്. പിന്നെ ഇതുകൂടാതെ തന്നെ റീജിയണൽ കൗൺസിലുണ്ട്. അതായത് സ്റ്റേറ്റിന് പ്രത്യേകമായ ചില പ്രോബ്ലംസൊക്കെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ അതിന് വേണ്ട അഡ്വൈസൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ പ്രത്യേക ഒരു റീജിയണൽ കൗൺസിലുണ്ട്. ഇതും കൂടാതെ തന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് മേഖലകളുണ്ട്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെയുണ്ടല്ലോ. അതിനകത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ ഇതിൻ്റെ അകത്തിലേക്ക് എടുക്കുന്നുണ്ട്. അവരെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്ന് പറയും. ചുരുക്കത്തിൽ ഇതൊരു ഏജൻസി ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് സെൻറ്റർ നമുക്ക് വേണം. ഒരു സ്ട്രോങ് സെൻറ്റർ വേണമെങ്കിൽ സ്ട്രോങ് സ്റ്റേറ്റ്സും വേണം. അതാണ് നമ്മുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഭദ്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങളും അവർ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ശക്തമായൊരു സെൻറ്ററും ഒരു കേന്ദ്രവും, ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനായാലും എല്ലാം തന്നെ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം, സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ബന്ധം. പിന്നെ അപ്പോൾ സ്ട്രോങ് സെൻറ്റർ വിത്ത് സ്ട്രോങ് സ്റ്റേറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തിൽ 7 പില്ലേഴ്സ് ഉണ്ട്. അത് ഓർത്തോണം. പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 7 സ്തംഭങ്ങളുണ്ടെന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട 7 സ്തംഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങളെന്ന് അർത്ഥം. അതൊന്ന് പ്രോ പീപ്പിൾ എന്ന് പറയും, ജനങ്ങൾക്ക് വേണ്ടിയാണിത്. അതുപോലെ തന്നെ പ്രോ ആക്ടിവിറ്റി എന്ന് പറയും, അതായത് ജനങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കൾ, യുവതികൾ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ അതുപോലെ പാർട്ടിസിപ്പേഷൻ, കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ
പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, എംപവർമെൻറ്റ്, വിമൻ എംപവർമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ഓഫ് ഓൾ, ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരെയും ഇതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കുക. പിന്നെ ഇക്വാളിറ്റി, അതുപോലെ ട്രാൻസ്പെറൻസി, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തിൽ ഉണ്ട്. 7 പില്ലേഴ്സ് ഓർത്തോണം. പിന്നെ മെയിൻ ഇനീഷ്യേറ്റീവ്, ഗവൺമെൻറ് എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളുണ്ട് ഇതിൻ്റെ അകത്തിൽ, അത് ഓർത്തോണം. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംവിധാനമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുണ്ട്. അതുപോലെ മെഷീൻ ലേണിംഗ്, ഇൻ്റർനെറ്റ് സർവീസസ്, അതുപോലെ സ്റ്റുഡൻറ്റ് എൻ്റർപ്രനർ പ്രോഗ്രാമുകളുണ്ട്, ഫ്രീ ടെക്നിക്ക് ലേണിംഗ് പ്രോഗ്രാമുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ഇൻസൈറ്റ്സ്, പിന്നെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് വളരെ നന്നായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം ഉണ്ട്, അതിനെ പോഷൻ ഗ്യാൻ GYAN എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തിൽ പറയാൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തിലെ പ്രധാനപ്പെട്ട മെയിൻ ഇനീഷ്യേറ്റീവ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിൽ 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്. അത് മിക്കവാറും സെൻറ്ററിൻ്റെ മിനിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്. അതുകൂടാതെ 3 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് 2 മെയിൻ സെൻറ്ററുകളുണ്ട്. അതായത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റികൾ അല്ലെ വർക്കിംഗ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി 2 മെയിൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ടീം ഇന്ത്യ ഹബ്ബ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പാണ്, അതിൽ വരുന്നതാണ് ആദ്യത്തെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നോളജ് ആൻഡ് ഇന്നവേഷൻ ഹബ്ബ് എന്ന് പറയും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തിങ്ക് ടാങ്ക് ബോഡി, എല്ലാ എക്സ്പേർട്ടുകളും അതിൻ്റെ അകത്തിൽ ഉണ്ട് എന്ന് ഓർത്തിരുന്നണം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് അതായത് 8 ഫെബ്രുവരി 2015, 2015 ഫെബ്രുവരി 8 പ്രൈം മിനിസ്റ്ററിൻ്റെ അധ്യക്ഷതയിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ എയിംസുകളുണ്ട്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് ഓർത്തിരുന്നോണം. അത് എസ്റ്റാബ്ലിഷിങ് എ റിസോഴ്സ് സെൻറ്റർ, എല്ലാ മേഖലകളിലേക്കും ഉപകാരപ്പെടുന്ന രീതിയിലൊരു റിസോഴ്സ് സെൻറ്റർ. പിന്നെ ടെക്നിക്കൽ അഡ്വൈസസ് ടു ബോത്ത് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കൊക്കെ തന്നെ ടെക്നിക്കൽ അഡ്വൈസസ് കൊടുക്കുക. അതുപോലെ തന്നെ ബെറ്റർ ഇൻ്റർ മിനിസ്റ്ററി കോഓർഡിനേഷനുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഉണ്ട്. അതുപോലെ തന്നെ പ്ലാൻസ് ഫോർ വില്ലേജ് ലെവലിലേക്കുള്ള വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്ലാൻ സ്കീമുകളുണ്ട്. പിന്നെ ഇന്നവേഷൻസ്, അത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പേർട്ടിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇന്നവേഷൻ ആൻഡ് എൻ്റർപ്രനോറിയൽ സിസ്റ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ പർപ്പസ്, ഉദ്ദേശങ്ങളെന്ന് പറയുമ്പോൾ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ വളരെ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷന്, ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, റെഡ്യൂസിങ് പോവർട്ടി ആൻഡ് ഇൻഇക്വാളിറ്റി, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രസ് കൊണ്ടുവരിക. അതുപോലെ എൻഷുറിങ് ഇന്ത്യ ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ഇൻ ഓൾ ഗ്ലോബൽ ഡിബേറ്റ്സ്, എല്ലാ ഗ്ലോബൽ ഡിബേറ്റ്സിലും ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സ്ഥാനം, അർഹത നേടിയെടുക്കുക. അതുപോലെ ഫുൾ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി, നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ യുവതികളുടെ ഫുൾ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ എൻ്റർപ്രനോറിയൽ ഇൻ്റലക്ച്വൽ ഹ്യൂമൻ ക്യാപിറ്റൽ, എൻ്റർപ്രനോറിയൽ ലെവലിലേക്കുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ്റലക്ച്വൽ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ചുരുക്കത്തിൽ ഒരു സെക്യൂർ ഹാബിറ്റാറ്റ് നമ്മുടെ എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെ നമ്മുടെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചില അച്ചീവ്മെൻറ്റ്സ്, ഇത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളതുകൊണ്ട് പൂർണ്ണ വിജയമെന്നോ ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. എങ്കിലും ഈ അടുത്ത കാലത്ത് ഈ 2015 മുതൽ ഇപ്പോൾ 10 വർഷത്തോളമായല്ലോ, കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. അഗ്രികൾച്ചർ ഫീൽഡിൽ ഫുഡ് സെക്യൂരിറ്റി, അതുപോലെ വില്ലേജ് സ്റ്റോറേജ് സ്കീമുകൾ, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അല്ലേ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഉണ്ട് എന്നുള്ള സത്യമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഡെവലപ്മെൻറ്റ് ഇച്ചിരി സ്ലോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലാർജ് പോപ്പുലസ് കൺട്രിയാണ് നമ്മുടേതെന്ന് പറയുന്നത്. വളരെയധികം പോപ്പുലേഷനുള്ള, അതായത് ഏകദേശം 140 കോടി ജനങ്ങളുള്ള, അപ്പോൾ എല്ലാവരെയും സംരക്ഷിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. പിന്നെ എല്ലാ സ്റ്റേറ്റിൻ്റെയും സപ്പോർട്ടും എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ടും ഒക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കണം. എന്തായാലും ശരി, പ്ലാനിംഗ് കമ്മീഷൻ 65 വർഷക്കാലത്ത് നീണ്ടു നിന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയൊരു പേരാണ്, പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി പുതിയൊരു പേര് വന്നു, അതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ ലേറ്റസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്
ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയും, അതായത് SDG. അതനുസരിച്ച് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഒന്നാം സ്ഥാനം, അതായത് സസ്റ്റൈനബിൾ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ സസ്റ്റൈനബിൾ സ്റ്റേറ്റുകളിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ ശുദ്ധജല ക്ഷാമം തീരെ കുറവുള്ള സ്റ്റേറ്റ് പഞ്ചാബാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീതി ആയോഗിനെ പറ്റി A to Z വരെയുള്ള ഒരു കംപ്ലീറ്റ് കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. PSC ക്വസ്റ്റ്യനുകൾക്കെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ നന്നായിട്ട് തന്നെ അത് ഉപയോഗിക്കുക. ഓക്കെ.